ഉള്ളിലും ബാക്കി നിൽക്കുന്ന ഒരു മനുഷ്യനും യുദ്ധത്തെ അംഗീകരിക്കില്ല. അത് നമുക്കറിയാവുന്നതാണ്. യുദ്ധത്തിൻ്റെ പരിണത ഫലങ്ങൾ അതിതീവ്രമായ വേദനയാണ് നൽകുന്നത്. ഗാന്ധാരി വിലാപം, അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ വ്യക്തമായി പറയുന്നുണ്ട്. യുദ്ധക്കൊടുതിക്കെതിരെ തന്നെ ആയിരിക്കണം മനുഷ്യ മനസാക്ഷി എന്ന്. എന്നിട്ടും അതാതു രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അവരുടെ കസേര ഇളകുമോ എന്ന സംശയം വരുമ്പോൾ രാജ്യത്താകെ യുദ്ധാന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സാമൂഹ്യമായും സാമ്പത്തികമായുമുള്ള നേട്ടങ്ങൾക്കായി രാഷ്ട്രീയ കളികളും കോർപ്പറേറ്റ് കളികളും മഹായുദ്ധങ്ങൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. ഈ യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങളിലെ ഭരണാധികാരികളല്ലാതെ അതിനപ്പുറമുള്ള സാധാരണ ജനങ്ങൾക്ക് ഭയങ്കര വിഷമമല്ലാതെ മറ്റൊന്നുമില്ല. ഈ ഒരു അവസരത്തിൽ കാവ്യശിഖയുടെ ഈ സമാധാന ജ്വാല പ്രത്യേകം പ്രശംസ അർഹിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഈ സമാധാന ജ്വാലയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മനസ്സിൽ തട്ടി തന്നെ എല്ലാവരും ആവേശത്തോടെ യുദ്ധവെറിക്കെതിരായി പ്രവർത്തിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി മലയാളത്തിൻ്റെ ഏറെ പ്രിയങ്കരനായ സാഹിത്യകാരൻ കാവ്യശിഖയുടെ സ്വന്തം ശ്രീ ആലങ്കോട്ട് ലീലാകൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.